ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ചെടികളെയൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് ചാമ്പ, നാടൻ ചാമ്പയാണ് കേട്ടോ. ഇത് നാടൻ പേര. പിന്നെ ഇത് പേരയ്ക്ക് അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇപ്പോൾ. ഇത് ചിക്കുവാണ്. ചിക്കു തന്നെ വെരിഗേറ്റഡ് ചിക്കു. ഇതിൻ്റെ ഇല കണ്ടോ നിങ്ങൾ? 2 കളറിലെ ഈ ചിക്കുവിന് കായ ഉണ്ടായിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ ഒരു കായുണ്ട്. ഏകദേശം 1 വർഷത്തോളം പ്രായമുണ്ട് കേട്ടോ ഇതിവിടെ കുഴിച്ചിട്ടിട്ട്. പിന്നെ ഇത് ജമന്തി പൂക്കളൊക്കെയാണ്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കടലാസ് പൂവ്, അതായത് നമ്മുടെ ബോഗൺ വില്ലയുടെ പിങ്ക് കളർ. വേറെയും കളറുകളുണ്ട്, കാണിക്കാം. ഇത് പയറുണ്ട്. ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് പയറാണ് ഇത്. ബോഗൺ വില്ലയുടെ യെല്ലോ ആണ്, ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് വെണ്ടയാണ്, ഇത് മരവെണ്ടയാണ്. സാധാരണ വെണ്ടയുണ്ട്, നമുക്ക് വേറെ കാണാം. കണ്ടോ, ഇതായിട്ടുണ്ട്, പറിക്കാനായ സാധനമാണ്. ഇത് മാവ്. ഇത് തായ്ലൻഡ് ടൈപ്പാണ് കേട്ടോ, തായ്ലൻഡ് മാംഗോ. ഇത് പൂവിട്ടിട്ടുണ്ട്. 2-3 തവണ മുമ്പ് പൂവിട്ടിട്ടുണ്ട്, പക്ഷേ അത് പോയി കായായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ നാടൻ വെണ്ടയാണ്. ഇത് വെണ്ടത്തൈകൾ കുറച്ചുണ്ട്. നമുക്ക് അത്യാവശ്യം ഉപ്പേരിക്കുള്ളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് വഴുതിനയാണ്. വഴുതിന നമുക്ക് അത്യാവശ്യം നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വഴുതിന നമുക്കിവിടുന്ന് പറിക്കാനും ഉപയോഗിക്കാൻ പറ്റി. ഇത് കൃഷ്ണ തുളസിയാണ്. പിന്നെ കുറച്ച് ചെടികളുടെ വിത്തുകൾ നമ്മൾ പാവി വെച്ചിട്ടുണ്ട്, ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അതൊരിക്കൽ നിങ്ങളെ അറിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇനി വരുന്നത് ഇതൊരു ഓറഞ്ചാണ് കേട്ടോ, ഒരു ടൈപ്പ് ഓഫ് ഓറഞ്ചാണ്. ഇത് കണ്ടോ, ഇത് പഴുത്തിട്ടുണ്ട്. ഇത് വെള്ളം കലക്കി കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസിൻ്റെ ലൈറ്റ് വേർഷനായിട്ട് കിട്ടും. നല്ല മണമാണ് ഈ സാധനത്തിന്. ഇത് നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 6 മാസത്തിനടുത്തായി തൈ നമ്മൾ കുഴിച്ചിട്ടിട്ട്. ഇത് നാടൻ വെണ്ട, നേരത്തെ പറഞ്ഞ അതാണ്. പിന്നെ ഇത് കോസ്മോസുകളുടെ ഒരു വെറൈറ്റിയാണ്. ഈ ഇലകൾക്കടിയിൽ വയലറ്റ് വരുന്ന ഈ ചെടി കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ പേര് കരിനൊച്ചി എന്നാണ്. അൾസർ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇത് മന്ദാരമാണ് കേട്ടോ. മന്ദാരം വെള്ളമന്ദാരമല്ല, ഇത് പിങ്കാണ്. ഇതിൻ്റെ പൂവ് മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ നിർവാഹമില്ല. പിന്നെ ഇതൊക്കെ ഓരോ ടൈപ്പ് ഗാർഡൻ ചെടികളും കോസ്മോസുകളൊക്കെ തന്നെ. ഇത് കറവപ്പട്ട, അറിയാമല്ലോ, നമ്മുടെ കരയാകുമ്പോൾ ഉണ്ടാകുന്ന കറവേല മരം എന്നൊക്കെ പറയും നമ്മളിവിടെ കൊയിലാണ്ടിക്കാർ. ഇത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് കൂടുതലുള്ള വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു വള്ളിക്കൂടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പപ്പായൻ്റെ വേറൊരു വേഷം നമ്മുടെ അടുത്ത് കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് ഇഞ്ചിയുണ്ട് നമ്മുടെ അടുത്ത്. ഇത് കരുവേപ്പിലയാണ്. കരുവേപ്പില ഇന്നലെ കുഴിച്ചിട്ടുള്ളൂ, അതിൻ്റെ ഒരു ക്ഷീണം മൂപ്പർക്കുണ്ട്, അത് മാറ്റി കുഴിച്ചിട്ടായിരുന്നു. ഇതിന് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് ഒരു 5-8 തയ്യേ നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ളൂ. പരീക്ഷണാർത്ഥത്തിൽ ചെയ്തതാണ്, സക്സസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് വഴുതനയുടെ തന്നെ തൈ വേറെ ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് കാന്താരിയാണ്. കാന്താരി കുറച്ചധികം ഉണ്ട്. പിന്നെ ഇത് വിയറ്റ്നാമാണ്. നമ്മുടെ കയ്യിൽ ജാക്ക് ഫ്രൂട്ട് വേറെയും കൂടെ ഉണ്ട് കേട്ടോ കയ്യിൽ. ഒരു J33 ഐറ്റം നമ്മുടെ അടുത്ത് വേറെ ഉണ്ട്. പിന്നെ ചുവന്ന ചീരയുണ്ട്. പിന്നെ നാരകമുണ്ട്. ഇത് ഓറഞ്ചിനെ നിന്ന് വ്യത്യസ്തമാണ് നാരകം എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ പൂനാരങ്ങയാണ്, പൂനാരങ്ങയുടെ തൈയാണ്. ഇത് എൻ്റെ ഫ്രണ്ട് വൈശാഖ് ഞാനും കൂടെ കൊണ്ടുവന്നായിരുന്നു. ഒരു ചുവന്ന ചെക്കി എന്ന് പറയുന്ന സാധനം. ഇത് ഒരു ഹൈബ്രിഡ് ടൈപ്പാണ് പപ്പായ. അത്യാവശ്യം നല്ല ഗുണം തരുന്നതാണ്. ഇത് കണ്ടോ നിങ്ങൾ? അത് ഒരു സ്പെഷ്യൽ ബോഗൺ വില്ലയാണ്, തൈ പിടിച്ചിട്ടില്ല, ഉള്ളിൽ കാണുന്നത്. ഇത് ചീര തന്നെയാണ്, നേരത്തെ കണ്ടത് തന്നെയാണ്. ഇത് വേറൊരു ടൈപ്പ് പപ്പായ നമ്മൾ നട്ടിട്ടുണ്ട്, റിസൾട്ട് ആയിട്ടില്ല. ഇത് കുരുമുളക് വള്ളി വേര് പിടിപ്പിക്കുകയാണ്. ഇതിൻ്റെ അമ്മമരം നമ്മുടെ അടുത്ത് വേറെ ഉണ്ട്. അതിൻ്റെ അമ്മ കുരുമുളക് വേറെ നമ്മുടെ കയ്യിലുണ്ട്, അത് കാണിക്കാം. ഇത് പിന്നെ ഇത് പഞ്ചായത്തിൽ നിന്ന് മേടിച്ചാണ്. പഞ്ചായത്ത് നമ്മൾ കൃഷിഭവൻ വഴി കൊടുക്കുമ്പോൾ 20 രൂപയ്ക്ക് എൻ്റെ കൂട്ടുകാരൻ മേടിച്ച് ഇവിടെ കൊണ്ടുതന്നതാണ്. ഞാൻ എൻ്റെ കാശ് കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ ഇത് മാജിക് ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ടല്ലോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ കഷായം കഴിച്ചാൽ പോലും പിന്നെ നിങ്ങൾക്ക് നാവിന് മധുരം ഫീൽ ചെയ്യുന്ന പറയുക. അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് ഈ സാധനം. ഇതിൻ്റെ കായ് ഇതിലുണ്ടായിട്ടില്ല, ഞാനവിടെ പ്ലാന്റേഷനിൽ പോയപ്പോൾ കഴിച്ചിരുന്നു. ഇത് കുറച്ച് പയറാണ്, മരപ്പയർ എന്ന് പറയുന്ന സാധനമാണ്. ഇത് ബനാന എന്ന് പറയുന്ന ടൈപ്പ് ചിക്കുവാണ്. നേരത്തെ വെരിഗേറ്ററിനെ ഒഴിച്ച് ഇത് പച്ച ഇല തന്നെയായിരിക്കും. ഇതിൻ്റെ ഇത് കണ്ടോ, ഇതുപോലെ വരും. നമ്മൾ ശരിക്ക് പഴം വലുതായി കഴിഞ്ഞാൽ ഇത്ര ഉണ്ടാവും. ഇത് അബ്യു ആണ്, എല്ലാവർക്കും അറിയാം, വളരെ സ്വാദിഷ്ടമായൊരു ഫലമാണ് അബ്യു. മാംഗോയിസ്റ്റ് അതിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു, ഞാനിത് ശരിക്കും എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഉള്ളത് പൈനാപ്പിൾ. നമ്മൾ ഒരു പരീക്ഷണാർത്ഥത്തിൽ തുടങ്ങിയാണ് കേട്ടോ, എത്രത്തോളം സക്സസ് എന്ന് അറിയില്ല. നമ്മളത് നോക്കിയിട്ട് തറവാട്ടിലൊക്കെ കുറച്ചുകൂടി അധികം വെച്ചിട്ടുണ്ട്. ഇത് കാന്താരി തന്നെയാണ്. കാന്താരി ഇത് ഈ പറമ്പിൽ നമ്മൾ ആദ്യമായിട്ട് വെച്ച കാന്താരി തൈയത്.
അതുകൊണ്ട് തന്നെ എൻ്റെ ഏകദേശം പിടവാങ്ങലിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. അതാണ് ഈ കായ്കളൊക്കെ വളരെ ചെറുതായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ കയ്യിലുള്ളൊരു സർപ്രൈസാണ്, കരിമ്പ്. ഇത് ഓഫീസിൽ ഒരിക്കലും ആയുധപൂജയുടെ അന്ന് ഉണ്ടായിരുന്ന കരിമ്പിൻ്റെ വേരുള്ളൊരറ്റം ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ കുഴിച്ചിട്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. അതിനപ്പുറത്ത് കാണുന്നത് കാന്താരിയും മാംഗോയിസ്റ്റയാണ് കേട്ടോ. മാംഗോയിസ്റ്റ് എന്നാൽ പഴങ്ങളുടെ രാജ്ഞിയാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ അമ്മക്കുരുമുളക് ഇതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ 1-2 ടൈപ്പ് ഇതിവിടെ വെച്ചിട്ടുണ്ട്. ബോഗൺവില്ല, ഓറഞ്ച് വൈറ്റൊക്കെയാണിത്. ഇതൊരു നഴ്സറിയാണ്. ഇതിൽ ഇനി പാകമാവുന്നത് വെച്ചിട്ട് നമ്മൾ തന്നെ മാറ്റി പുറത്തേക്ക് കുഴിച്ചിടേണ്ടതുണ്ട്. പപ്പായയുടെ തൈകളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇത് നല്ല വഴുതിനെയാണ്. ഇത് 2 വാഴകളാണ്. സോറി, ഇത് എൻ്റെ ഭാര്യയും മോനുമാണ്. ഇത് മൈസൂർ വാഴയാണ് കേട്ടോ. മൈസൂർ വാഴ കുലച്ചതാണ്. പിന്നെ ഒരു ഐറ്റം നമ്മുടെ കയ്യിലുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷന് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ 2 വെറൈറ്റികൾ കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും വ്യത്യസ്ത കളറാണ്. ഇത് അലരി എന്ന് പറയുന്നൊരു പ്രത്യേകത ചെടിയാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. പിന്നെ ഇതാരാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, കറ്റാർവാഴ. നമ്മുടെ മുഖസൗന്ദര്യത്തിൻ്റെ രഹസ്യം ആണല്ലോ കറ്റാർവാഴ. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതാണ് പനിക്കൂർക്ക, കന്നിക്കൂർക്കൽ എന്നൊക്കെ പറയുന്ന ഐറ്റം. ഇതിപ്പോൾ നമ്മുടെ കുട്ടി ഇവിടെ വലുതായി പോയതുകൊണ്ട് ഇപ്പോൾ ഇതിലെ കാര്യമായുള്ള പരിരക്ഷയൊന്നും കൊടുക്കാറില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. അതിരത സജീവമായിട്ട് നനയ്ക്കലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചുവന്ന ചീരയാണിത്. ഈ കാണുന്ന പപ്പായ എൻ്റെ മകൻ നട്ടതാണ്. അവനും ചെറിയ രീതിയിലൊക്കെ ഇതിലേക്ക് സഹായിക്കാറുണ്ട് കേട്ടോ. ചുവന്ന ചീരയാണ്, അത്യാവശ്യം മൂത്തിട്ടുണ്ട്, വിത്തൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ ഉപ്പേരി ഇതാണ് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇത് വേനലായതുകൊണ്ട് പെട്ടെന്ന് ഇതെടുക്കില്ല. മഴയൊന്ന് തുടങ്ങിക്കഴിഞ്ഞാലേ ഉള്ളൂ എല്ലാം ഒന്ന് പൊന്തി വരുള്ളൂ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് നനയ്ക്കുന്നത് കൊണ്ട് ഇവന്മാർ പൊന്തി വന്നേക്കുക. ഈ ഒരു ചാലിൽ ഇവിടെ വരെയുള്ള ഈ ചാലിൽ മൊത്തത്തിൽ നമ്മൾ മഞ്ഞളിട്ടു. പിന്നെ ഈ കളർ ചെടിയുടെ ഇതിൻ്റെയൊക്കെ വിത്തും കൊണ്ട് വന്നിട്ട് അവർക്ക് കളയായിട്ട് പൊന്തിയിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്താലേ ഒന്ന് സെറ്റായി വരുള്ളൂ. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വള്ളിക്കുടലാണ്. ഇത് നമ്മളിപ്പോൾ വേനലൊക്കെ അല്ലേ, ഒരു രുദ്രാക്ഷമൊക്കെ ആയിട്ട് വൈകുന്നേരം ഞങ്ങൾ വെയിൽ താവുന്നതിന് മുമ്പ് വന്നാൽ ഞങ്ങൾ ഇവിടേക്ക് വന്ന് കുറച്ച് നേരം ഇരിക്കും. ഇത് 2 വെറൈറ്റി ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ഇത് പച്ചയും പിന്നെ ഒരു വയലറ്റ് ടൈപ്പും ഉണ്ട്. രണ്ടും വളരെ സ്വാദിഷ്ടമായതും ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണേ. അടുത്തൊരു വ്ളോഗുമായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.